നമസ്കാരം, ഞാൻ ദിനേശ് സൗബർണിക. നമ്മളുടെ ചെണ്ടുമല്ലി കൃഷി പുതിയൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ജൂൺ 11 നമ്മൾ നടാൻ പറഞ്ഞു. അതിൻ്റെ മുന്നേ കുറച്ച് ദിവസം നട്ടുകൊടുക്കാം. ജൂൺ 11 ശേഷമുള്ള ഡേറ്റിനും നട്ടുകൊടുക്കാമെന്നുണ്ട്. ഇതുവരെയുള്ള സമയം, ഇപ്പോൾ ഇന്ന് ജൂലൈ 1, ഈ ജൂലൈ 1 വരെയുള്ള സമയം ഏകദേശം 21 ദിവസം അല്ലെങ്കിൽ 20 ദിവസം നമ്മൾ തൈ നട്ടിട്ട് നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ, വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, മണ്ണിര കമ്പോസ്റ്റ്, ചാണകപ്പൊടി, പിന്നെ കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം, 30-10-10, DAP തുടങ്ങിയ എല്ലാ വളങ്ങളും ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിനെ പരിപോഷിപ്പിക്കുകയായിരുന്നു. അപ്പം ചില ആളുകൾക്ക് മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റണില്ല. അപ്പോൾ അത് നമ്മളിതൊരു ഘടകേ അല്ല കേട്ടോ. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത് നമ്മളെ തെറ്റാ. അപ്പോൾ മഴ എപ്പോഴാണോ അല്പം കുറഞ്ഞു നിൽക്കുന്നത് ആ സമയത്ത് 30-10-10 കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളമൊക്കെ തളിച്ചു കൊടുക്കുക. മഴ കുറയുന്ന അല്ലെങ്കിൽ മഴ ഇല്ലാത്ത ഏതെങ്കിലും ദിവസം കുറച്ച് മണ്ണിര കമ്പോസ്റ്റോ വേപ്പമണ്ണൊക്കെ ലൂടിക്കിട്ട് മണ്ണ് കൂട്ടി കൊടുക്കുക. കൂടുതൽ വളങ്ങൾ മേടിച്ചിട്ട് കൊടുക്കണ്ട. വല്ലപ്പോഴും രാസവളം ഇടുന്ന ആളുകളാണെങ്കിൽ ഒരു 6 ദിവസം കൂടുമ്പോൾ DAP. ഇത്ര ദിവസമായിട്ടും തീരെ വളർച്ചയില്ലാത്ത ഒറ്റ തണ്ടായി നിൽക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്, ഇനി നാളത്തെ ഒരു ഡേറ്റിനുള്ള തലമുറിക്കൽ, പ്രൂണിങ് പറയും. ഇത് ശ്രദ്ധിച്ച് കേട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും പോയിട്ട് ഇതിൻ്റെ തലമുറിക്കണ്ട. അപ്പോൾ ഇതുവരെ വളർച്ചയില്ലാത്ത ആളുകൾ ഇപ്പോഴും ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഏതെങ്കിലും വളങ്ങൾ ഇല വഴി കൊടുക്കണം. കാരണം മണ്ണിൽ വെള്ളം കൂടിയിട്ടോ മണ്ണിന് വലിച്ചെടുക്കാൻ പറ്റാഞ്ഞിട്ടൊക്കെ ചെടിക്ക് വളർച്ച കിട്ടാത്ത അവസ്ഥയിൽ ഇല വഴി, പത്രപോഷണം വഴി കൊടുത്താലും ചെടി കൂടുതൽ വലിക്കും. ചെടി കൂടുതൽ വണ്ണം വെക്കണമെങ്കിൽ കട വഴി കൊടുക്കണം. അപ്പോൾ അതൊക്കെ കൃത്യമായി കൊടുക്കുക. അതിപ്പോൾ നമ്മൾ 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ കൊടുത്തതിന് 3 ദിവസം കൂടുമ്പോഴൊക്കെ ആക്കുക. അങ്ങനെ സ്പ്രേ കൂട്ടുകയാണ്. ഒരു ദിവസം കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച് കൊടുത്താൽ ഒരു ദിവസം 30-10 കൊടുത്താൽ, സീവീഡ് എക്സ്ട്രാക്ട് ചെയ്ത ആഴ്ചയിൽ 1-2 തവണയ്ക്കൊന്ന് മാറ്റി കൊടുക്കുക. ഇങ്ങനെ ഇതെല്ലാം ചെയ്തു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം പറഞ്ഞതെന്ന് വെച്ചാൽ, പലരും പല കടയിലും പല നഴ്സറിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ വേറെ കുറേ പൂവുണ്ടാവാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. ഒരാൾ എന്നെ വിളിച്ച ഒരു ജിബർലിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സാധനം, അത് ഇപ്പോഴുള്ളതല്ല, അത് പൂടാനുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആ പൂടാനുള്ള വളം ഇപ്പം തന്നെ കൊടുക്കരുത്. ഇപ്പം ചെടീനെ പരിപോഷിക്കുക. നിങ്ങൾ എന്തെങ്കിലും തീരെ വളർച്ചയില്ലാത്ത ആളുകൾ മാത്രം പേഴ്സണൽ മെസ്സേജ് അയക്കുക, വിളിക്കുക, ഗ്രൂപ്പിലിടുക. ഞാൻ ഗ്രൂപ്പിലിട്ടാൽ മതി. എന്നാൽ പിന്നെ അതിന് റിപ്ലൈ തരണം. പിന്നെ മഴ കാരണം എന്നോ നമുക്ക് സമയമില്ല എന്ന് മാത്രം ഇതിൽ പറയരുത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്. നമ്മളിതിൻ്റെ അടുത്ത് ഡെയിലി എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം. ചെടി കൊണ്ട് തഴച്ച് വളരണം. അപ്പോൾ 20-ാം തീയതി 11-ാം തീയതി നട്ടിട്ട് നമ്മൾ 21-22 ഫസ്റ്റ് തല മുറിച്ച് കഴിഞ്ഞാൽ ജൂലൈ 2 സെക്കൻഡ് പ്രൂണിങ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചെടികൾ ഇപ്പോൾ സെക്കൻഡ് പ്രൂണിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കുകയാണ് കേട്ടോ. ഒരു ചെടിയുമേ ഞാൻ കാണിച്ചു തരികയാണ്. ചെടി അത്യാവശ്യം അടിയിൽ 2 കൊമ്പും സൈഡിൽ അടിയിൽ ബ്രാഞ്ചുകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ വെച്ച ആളുകൾക്ക് 4, 5, 6, 8 ബ്രാഞ്ചൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ പൊടിപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ അവസ്ഥയിലുള്ള ഒരു ചെടിയാണ് ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അവസ്ഥയിലുള്ള ഒരു ചെടിയാണ് നമ്മൾ ജൂലൈ 2 പ്രൂൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ തെറ്റായ രീതി അനുവർത്തിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ കൊമ്പുകൾ, അതിൻ്റെ 2 വലിയ ബ്രാഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഈ 2 വലിയ ബ്രാഞ്ചുകൾ ഇവിടെ മുറിച്ച് കളയരുത്. ഈ 2 വലിയ ബ്രാഞ്ച് മുറിച്ച് കളഞ്ഞാൽ അടിയത്തെ ബ്രാഞ്ചുകൾ വലുതാവും. പക്ഷേ ഈ ബ്രാഞ്ചിൻ്റെ കരുത്ത് പോയി കഴിഞ്ഞ് പുതിയ ബ്രാഞ്ച് ഉണ്ടായിട്ട് വേണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് പ്രൂണിങ് ഈ സ്റ്റേജിലൊക്കെ എത്തിയ ചെടിയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ടിപ്പ് ഈ സാധനം കണ്ടോ, ഇവിടെ ഉള്ളൊരു ഈ ഏറ്റവും ഈ തളിര് മാത്രം ബ്ലേഡ് കൊണ്ട് നുള്ളിക്കളയുക. ആ തളിര് മാത്രം കേട്ടോ, ഈ ഫസ്റ്റ് മേലുള്ള ഈ തളിര് മാത്രം നുള്ളിക്കളയുക. അതായത് നിങ്ങളെ ചെടിയിൽ ഇപ്പോൾ ഇത് അപ്പുറത്തിരിക്കുന്ന ചെടിയിൽ 4 കൊമ്പ് വന്നതുണ്ട്, ഇതിന് 2 കൊമ്പാണ്. അപ്പോൾ ഇത് എനിക്ക് വീഡിയോ എടുക്കാൻ എളുപ്പത്തിന് കാണിക്കും. അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം വന്ന കൊമ്പിലെ പ്രധാനപ്പെട്ട 4 കൊമ്പ്, 3 കൊമ്പ് അല്ലെങ്കിൽ 4 കൊമ്പ്, അതിലെ ഏറ്റവും ടോപ്പ് മാത്രം നല്ലൊരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഈ ഏറ്റവും തല മാത്രം ഒന്ന് എടുത്ത് കളയുക കേട്ടോ. ഈ തല മാത്രം ചെത്തി കളഞ്ഞാൽ മതി. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ തല മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഭാഗം മാത്രം എടുത്തു. ആ ഏറ്റവും തല മാത്രം. ഇത് ജൂലൈ 2-ാം തീയതിക്കുള്ള ഒരു വർക്കാണ്. ജൂലൈ 2 ഏറ്റവും തല മാത്രമേ എടുക്കാറുള്ളൂ, വേറെ ഒന്നും ചെയ്ത് ഈ തല മുറിക്കുക. പിന്നെ ഇന്ന് രാസവളോ ജൈവവളോ ഒന്നും തളിക്കരുത്. ഇന്ന് മീൻസ് എന്നാണോ നിങ്ങൾ തല മുറിക്കുന്നത്. അപ്പോൾ ജൂലൈ 2, 3, 4 ഉള്ളിൽ ഇത് ചെയ്യണം. ഇനി വളർച്ച ഇല്ലാത്ത ആളുകൾ അത് ചെയ്യണ്ട.
ഫസ്റ്റ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം വളർച്ച ഇല്ലാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഉള്ള കണ്ടീഷനിൽ അതേ വിട്ടുള്ളൂ. സെക്കൻഡ് പ്രൂണിങ് നിങ്ങൾക്ക് നടത്തണ്ട. കണ്ടോ, ഇതൊക്കെ നല്ല കരുത്തായി, ഇതൊക്കെ പ്രൂൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സെക്കൻഡ് പ്രൂണിങ് ജൂലൈ 2-3 തീയതികളിൽ നടത്തണം. അതിന് ചെയ്യേണ്ട കാര്യം അതിൻ്റെ ടിപ്പ് മാത്രം കട്ട് ചെയ്ത് കളയുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക, അവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഓക്കെ, താങ്ക് യു.